തിരുവനന്തപുരം കരിക്കകം ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് 10,000-കണക്കിന് സ്ത്രീകളാണ് എത്തിയത്. ക്ഷേത്രതന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് പണ്ടാരടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. അല്പസമയത്തിനകം നൈവേദ്യം നടക്കും. അതിനുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. ഇപ്പോൾ ഗോപിക സുരേഷ് തിരുവനന്തപുരം കരിക്കകം ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് 10,000-കണക്കിന് ഭക്തരാണ്, സ്ത്രീകളാണ് എത്തിയത്. രാവിലെ തന്നെ വലിയ ഭക്തിനിർഭരമായ അന്തരീക്ഷമായിരുന്നു അവിടെ എങ്ങും. പണ്ടാരടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. ഏകദേശം അല്പസമയത്തിനകം നൈവേദ്യം നടക്കും. അതിനുള്ള കാത്തിരിപ്പിൽ, ഭക്തിസാന്ദ്രതയോടുള്ള കാത്തിരിപ്പിലാണ് ഭക്തരുള്ളത്. ഗോപിക സുരേഷ് ചേരുന്നു. ഗോപിക, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, നൈവേദ്യത്തിന് അല്പസമയം മാത്രം. എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2:15 ഇത്തരത്തിൽ പൊങ്കാല തർപ്പണം, നൈവേദ്യം, ദേവിയുടെ ആചാരപരമായ വാൾ ഘോഷയാത്രയായി പണ്ടാരക്കുളത്തിലേക്ക് ആനയിച്ച് ഇത്തരത്തിൽ പൊങ്കാല തർപ്പണം നടത്തും. അതിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഈ കരിക്കകം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഈ ആറ്റുകാൽ ക്ഷേത്രമൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ പൊങ്കാലയിടാൻ എത്തുന്ന ഒരു ക്ഷേത്രമാണിത്. മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി ഈ പൊങ്കാല തർപ്പണത്തിനായി 2:15 ഈ നൈവേദ്യം അർപ്പിക്കുന്നതോടുകൂടി ഭക്തർ, അവരുടെ പല ആഗ്രഹങ്ങളുമായി എത്തിയ ഭക്തർ അവരുടെ ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തുന്ന നിമിഷങ്ങൾ കൂടിയാണ്. അല്പസമയത്തിനകം തന്നെ പൊങ്കാല തർപ്പണം ഉണ്ടാകും. 2:15 ദേവിയുടെ ആചാരപരമായ വാൾ ഘോഷയാത്രയായി പണ്ടാരക്കളത്തിലേക്ക് ആനയിക്കും. അതിനുശേഷമാണ് ഇത്തരത്തിൽ പൊങ്കാല തർപ്പണം നടത്തുന്നത്. അതിനുശേഷം ഏകദേശം 150ഓളം വൈദികർ ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച അടുപ്പുകളിൽ വിശുദ്ധ ജലം തളിക്കും. അതോടുകൂടി ഭക്തർ ആത്മസംതൃപ്തിയോടെ മടങ്ങുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം രാത്രി നടക്കുന്ന കുരുതിയോടുകൂടി ഇത്തരത്തിൽ ഉത്സവം സമാപിക്കുകയാണ്. ഭക്തർ എല്ലാവരും ആ ഒരു കാത്തിരിപ്പിലാണ്. ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു നിമിഷത്തിൽ ആ ഒരു ആഗ്രഹ സാഫല്യത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇവർ. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. അവർ 10:20 പണ്ടാര അടുപ്പിൽ തിരികൊളുത്തി അവർ ഇത്തരത്തിൽ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം പിന്നീട് ഈ മണിക്കൂറുകൾ നീണ്ട ഒരു കാത്തിരിപ്പായിരുന്നു. ആ നൈവേദ്യം അർപ്പിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള വലിയ തരത്തിലുള്ള കാത്തിരിപ്പിലായിരുന്നു. കനത്ത ചൂടാണ്. ഈ ചൂടിനെ ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് ഭക്തർ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ കാത്തിരുന്നത്. ഈ മിനിറ്റുകൾ മാത്രമാണ് പൊങ്കാല നൈവേദ്യത്തിന് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2:12 2:15 അത്തരത്തിൽ നൈവേദ്യം അർപ്പിക്കും. അതിനുശേഷം ഏകദേശം 150ഓളം വൈദികരെയാണ് ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച അടുപ്പുകളിൽ ഇത്തരത്തിൽ ഈ തീർത്ഥം തളിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടുകൂടി ഭക്തർ അവർ പല ആഗ്രഹങ്ങളുമായി എത്തിയ ആൾക്കാരാണ്. അവർ ആത്മസംതൃപ്തിയോടെ മടങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും. ഈ ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തർ എത്തുന്ന ഒരു പൊങ്കാലയാണ് കരിക്കകം പൊങ്കാല. കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം 5 ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഇവിടേക്ക് പൊങ്കാല ഇടാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തവണത്തെ ഒരു തിരക്കൊക്കെ കാണുമ്പോൾ അതിലും കൂടുതൽ ഭക്തജനങ്ങൾ, സ്ത്രീകൾ ഇവിടേക്ക് പൊങ്കാല ഇടാൻ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മീനമാസത്തിലെ കനത്ത ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഭക്തലക്ഷങ്ങൾ, ഇത്തരത്തിൽ ആയിരക്കണക്കിന് പേർ ഇവിടേക്ക് പൊങ്കാല ഇടാൻ എത്തിയിട്ടുള്ളത്. ഇനി മിനിറ്റുകൾ മാത്രം ആ തീർത്ഥം തളിക്കുന്നതോടുകൂടി അവരുടെ ഒരു നീണ്ട നാളത്തെ വ്രത നിഷ്ഠയോടുകൂടിയുള്ള വലിയ ഒരു കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. ഇനി അതിനുള്ള നിമിഷങ്ങളാണ്, അതിനുള്ള കാത്തിരിപ്പിലാണ് ഈ കാണുന്ന ഭക്തജനങ്ങൾ ഒക്കെയും. അതുപോലെ തന്നെ ഹരിത ചട്ടം പാലിച്ചാണ് ഇത്തരത്തിൽ പൊങ്കാല നടത്തിയത്. അതുപോലെ തന്നെ ഈ കനത്ത ചൂടാണ്, അതുകൊണ്ട് ചൂടിനെയൊക്കെ മറികടക്കാൻ വേണ്ടി ഇവിടെ വലിയ തരത്തിലുള്ള കുടിവെള്ള വിതരണവും നഗരസഭയും ജലവകുപ്പും ഒക്കെ താൽക്കാലിക ടാങ്കുകളും ടാപ്പുകളും ഒക്കെ സ്ഥാപിച്ച് ജലവിതരണം ഒക്കെ നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. 10,000ങ്ങളാണ് ഓരോ വർഷവും പൊങ്കാല ഇടാൻ എത്തുന്നത്. ഇത്തവണ അതിലും കൂടുതൽ പേർ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പേട്ട ചാക്ക മുതൽ ബൈപ്പാസ് റോഡ് വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന് ഇരുവശത്തും അതുപോലെ തന്നെ ക്ഷേത്രത്തോട് ചേർന്നുമൊക്കെയാണ് കലകൾ നിറയുന്നത്. ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദേവീ സങ്കല്പത്തെ 3 ഭാവങ്ങളിൽ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് കരിക്കകം ക്ഷേത്രം എന്ന് വേണം പറയാൻ. ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ
ചാമുണ്ഡി ദേവിയാണ്. കരിക്കകത്തമ്മ എന്നാണ് അറിയപ്പെടുന്നത് ചാമുണ്ഡി ദേവി. ഈ ഒരു ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ തന്നെ 3 ശ്രീകോവിലുകളിലായി ഒരു ദേവിയെ തന്നെ 3 ഭാവത്തിൽ കൊടികൊള്ളുന്നു. ചാമുണ്ഡി ദേവിയാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിലാണ് ഇവിടെയുള്ള വിശ്വാസികളുടെ വിശ്വാസവും ഒക്കെ. കരിക്കകം ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് 10,000-കണക്കിന് സ്ത്രീകളാണ് എത്തിയത്. ചൂടാണ്, അതിനപ്പുറത്തേക്ക് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. അവരുടെ പ്രതിസന്ധികളെ, പ്രാരാബ്ധങ്ങളെ ദേവിയിൽ അർപ്പിച്ച് പുതുപ്രതീക്ഷയോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്ന ഭക്തിയോടെ ദേവിയോട് അവരുടെ ആകുലതകളും പ്രശ്നങ്ങളും പറഞ്ഞ് ദേവി കൂടെയുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഈ പൊങ്കാല അടുപ്പിൽ നൈവേദ്യമർപ്പിക്കാൻ അല്പസമയം മാത്രം. ഗോപിക, ദൃശ്യങ്ങൾ മനസ്സിലാക്കുന്നത് നൈവേദ്യ സമർപ്പണം ഏകദേശം തുടങ്ങിയെന്ന് തന്നെയല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? യാതൊരു വിധമായ തിക്കും തിരക്കും ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല. തിരുവനന്തപുരം കരിക്കകം ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം ഏകദേശം പൂർത്തിയാകുന്നു. രാവിലെ ക്ഷേത്രതന്ത്രി പുലിയനൂർ ഇല്ലത്ത് നാരായൺ അനുജൻ നമ്പൂതിരിപ്പാട് ഭണ്ഡാരടുപ്പിൽ അഗ്നി പകർന്നതോടെ തുടക്കമായ പൊങ്കാല അതിൻ്റെ നൈവേദ്യ ചടങ്ങിലേക്ക്, പരിസമാപ്തി ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. 10,000-കണക്കിന് ആളുകളാണ് ഈ പൊങ്കാലയ്ക്ക് പങ്കെടുത്തത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, അതിനപ്പുറത്തേക്കൊരു കൂട്ടായ്മ. സ്ത്രീകൾ അവരുടെ പ്രതിസന്ധികൾ, ആകുലതകൾ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ദേവിയിൽ അർപ്പിച്ച് പുതുപ്രതീക്ഷയോടെ ഞങ്ങളുടെ ആകുലതകൾക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ പൊങ്കാല അർപ്പിച്ച് പൊങ്കാല പൂർത്തിയാക്കി മടങ്ങാൻ അല്പസമയം മാത്രം. ഗോപിക സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് ചേർന്നു. ഗോപിക, ഈ നൈവേദ്യ സമർപ്പണ ചടങ്ങുകൾ തുടങ്ങിയോ? എന്താണ് വിവരങ്ങൾ? തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾക്കായി ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ കൂടുതൽ ഭക്തരെത്തുന്ന തിരുവനന്തപുരത്തെ കരിക്കകം ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ ഏകദേശം പൂർത്തിയാകുന്നു. രാവിലെ മുതൽ വലിയ ചൂടും അന്തരീക്ഷവും അതൊക്കെ ത്യജിച്ച് അവരുടെ അർപ്പണബോധത്തോടു കൂടി ഭക്തി അർപ്പിച്ചുകൊണ്ട്, ദേവിയുടെ പ്രശ്നങ്ങൾ അർപ്പിച്ചുകൊണ്ട്, പുതുപ്രതീക്ഷകളുമായി ദേവി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുമെന്ന പ്രതീക്ഷയോടുകൂടി, ആത്മസംതൃപ്തിയോടുകൂടി ഏകദേശം ഭക്തർ മടങ്ങുന്ന സമയമാകുന്നു. അതിനു മുന്നോടിയായുള്ള നൈവേദ്യാർപ്പണ ചടങ്ങുകൾ ഏകദേശം തുടങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. ഗോപിക, നൈവേദ്യ അർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായില്ലേ? ഏകദേശം ചടങ്ങുകൾ തുടങ്ങിയോ? പൊങ്കാല അടുപ്പുകളിൽ തീർത്ഥം. ആചാരപരമായ വാൾ ഘോഷയാത്രയെ പണ്ടാരക്കളത്തിലേക്ക് ആനയിച്ചതോടുകൂടി പൊങ്കാല തർപ്പണം നടന്നിരിക്കുകയാണ്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ്. ഏതായാലും ഈ ഭക്തരുടെ വലിയ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. ആ തീർത്ഥം അവരുടെ പൊങ്കാല കലങ്ങളിലേക്ക് എത്തിയതോടുകൂടി കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് പരിസമാപ്തി ആയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പൊങ്കാല തർപ്പണത്തിന് 150ഓളം വൈദികർ ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച അടുപ്പുകളിൽ ഇത്തരത്തിൽ തീർത്ഥജലം തളിച്ചതോടെ ഭക്തർ ആത്മസംതൃപ്തിയോടെ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വളരെ മനോഹരമായി തന്നെ ഇത്തവണ കരിക്കകത്തെ പൊങ്കാല വലിയ പങ്കാളിത്തത്തോടുകൂടി തന്നെ കരിക്കകത്തെ പൊങ്കാലയ്ക്ക് പരിസമാപ്തി ആയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആറ്റുകാലൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ, സ്ത്രീ ഭക്തർ എത്തുന്ന ഒരു പൊങ്കാലയാണ് കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാല. കഴിഞ്ഞ തവണയൊക്കെ ഏകദേശം 5 ലക്ഷത്തോളം ഭക്തരാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. ഇത്തവണത്തെ ഈ ഒരു തിരക്ക് കാണുമ്പോൾ അതിലും കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ സ്ത്രീ ജനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഒരു തിരക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ക്ഷേത്ര പരിസരത്തെ വലിയ ഗ്രൗണ്ട് ഉണ്ട്. ഈ വലിയ ഗ്രൗണ്ടിൽ മുഴുവനും സ്ത്രീകൾ ഇത്തരത്തിൽ അടുപ്പ് കൂട്ടി പൊങ്കാല അർപ്പിച്ച ഒരു കാഴ്ച. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള വീടുകളിൽ ഭക്തർ പൊങ്കാല അർപ്പിക്കുന്ന കാഴ്ച. ഒപ്പം തന്നെ ഈ വഴികളിൽ ചാക്ക മുതൽ പേട്ട ബൈപ്പാസിലൊക്കെ തന്നെയും
ചാക്കപേട്ട ബൈപ്പാസ് ഒക്കെ തന്നെയും ഇത്തരത്തിൽ റോഡിനിരുവശവും വലിയ തരത്തിലുള്ള പൊങ്കാല തർപ്പണത്തിന്റെ കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. എല്ലാ വർഷവും തിരക്കുണ്ടാവാറുള്ളതാണ്. പക്ഷെ ഇത്തവണ കൂടുതൽ പേർ പൊങ്കാലയ്ക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഹരിതചട്ടം പാലിച്ചായിരുന്നു പൊങ്കാല. പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും ഒക്കെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ KSRTCയുടെ വിവിധ ഡിപ്പോകളിൽ നിന്ന് കൂടുതൽ സർവീസ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, ഈ ഭക്തരൊക്കെ തിരിച്ചു പോകുന്നവർ പൊങ്കാല തർപ്പണത്തിന്റെ പുണ്യം തേടി തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ്. ഇവർക്ക് എല്ലാ തരത്തിലുള്ള ഗതാഗത യാത്രാ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. KSRTC കൂടുതൽ ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തിരിച്ചു പോകുന്ന ഭക്തർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. പോലീസുകാരുടെയും വനിതാ പോലീസുകാരുടെയും ഒപ്പം തന്നെ ഷാഡോ പോലീസുകാരുടെയും അഗ്നിശമന സേനയുടെയും ഒക്കെ സേവനം ഇവിടെ ലഭ്യമാണ്. ക്ഷേത്ര പരിസരത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ സുരക്ഷയൊക്കെ വളരെ ഗംഭീരമായി തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കുടിവെള്ള വിതരണം, കനത്ത ചൂടാണ്, മീനമാസത്തിലെ ചൂടാണ്, നമുക്കറിയാം. ഒരു തരത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്തരത്തിലുള്ള ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ കാണുന്ന ഭക്തലക്ഷങ്ങൾ, സ്ത്രീ ലക്ഷങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കുടിവെള്ള വിതരണത്തിന് മറ്റും നഗരസഭയും ജലവകുപ്പും ഒക്കെ താൽക്കാലികമായി സ്ഥാപിച്ച ടാങ്കുകളും പൊതു ടാപ്പുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കുടിവെള്ള വിതരണം അത്തരത്തിൽ ഒക്കെ തന്നെ ഗംഭീരമായി നടന്നു. രാവിലെ തന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നുള്ള ദീപം പൊങ്കാലക്കലത്തിലേക്ക് പൊങ്കാലക്കലത്തിലേക്ക് അഗ്നി പകർന്നതോടെയാണ് ഇത്തരത്തിൽ പൊങ്കാലയ്ക്ക് തുടക്കമായത്. കൃത്യം 2:15 തന്നെ പൊങ്കാല തർപ്പണം നടന്നു. ദേവിയുടെ ആചാരപരമായ വാൾ എത്തിച്ച് അതിലേക്ക് പൊങ്കാല പകർന്ന് അത്തരത്തിലാണ് ഇവിടുത്തെ വിശ്വാസവും മറ്റുമുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾ ഏറ്റവും കൊണ്ടാടപ്പെടുന്ന ഒരു വലിയ ആഘോഷം തന്നെയാണ് കേരളത്തിലെ ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രം 600 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. ആഗ്രഹിച്ചാൽ വെളിപ്പുറത്തുണ്ട് ദേവി എന്നൊക്കെയാണ് വിശ്വാസികൾ പറയുന്നത്. അത്തരത്തിലാണ് ഇവരുടെയൊക്കെ വിശ്വാസം. ഈ ക്ഷേത്ര പരിസരത്തും ക്ഷേത്രത്തോട് ചേർന്നുള്ള 15 കിലോമീറ്റർ ചുറ്റളവിലും ഒക്കെ ഈ പൊങ്കാല അടുപ്പുകൾ നിറഞ്ഞ കാഴ്ചയാണ് കാണാൻ നമുക്ക് സാധിച്ചത്. കൂടുതൽ സ്ത്രീകൾ ഇവിടേക്ക് എത്തുന്നു. കരിക്കകത്തമ്മ തുണ ആകും എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഈ തിരുവനന്തപുരംകാരെ സംബന്ധിച്ച് വലിയ ആഘോഷമാണ് ഇതെങ്കിലും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ കൂടി ഈ കരിക്കകത്തമ്മയെ തേടി എത്താറുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യത്തെ കുറിച്ച് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു ദേവീ സങ്കല്പത്തെ 3 ഭാവങ്ങളിൽ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് കരിക്കകം ക്ഷേത്രം. ഇവിടെ പലതരത്തിലുള്ള നേർച്ചകളുണ്ട്. നട തുറന്ന് തൊഴൽ നേർച്ചയുണ്ട്, ഈ സത്യം ജയിക്കൽ നേർച്ചയുണ്ട്. അത്തരം വിശേഷണങ്ങൾ ഒക്കെ ഉണ്ട്. ആ തരത്തിലൊക്കെ അതിപ്രശസ്തമാണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ചാമുണ്ഡി ദേവിയാണ്. കരിക്കകത്തമ്മ എന്നാണ് ഇവിടെയുള്ളവർ ചാമുണ്ഡി ദേവിയെ വിളിക്കുന്നത്. ഈ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ തന്നെ 3 ശ്രീകോവിലുകളിലായി ഒരു ദേവി 3 ഭാവത്തിൽ കുടികൊള്ളുന്നു. അതാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത. ചാമുണ്ഡി ദേവി 3 ഭാവത്തിൽ, മഹാചാമുണ്ഡി, രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി തുടങ്ങിയ 3 ഭാവത്തിൽ ചാമുണ്ഡി ദേവി കുടികൊള്ളുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവി എന്നാണ് വിശ്വാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 10,000ങ്ങൾ ഇവിടേക്ക് ഓരോ വർഷവും പൊങ്കാലയിടാൻ എത്തുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളും. ഓരോ വർഷം കൂടുന്തോറും ഭക്തജനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അമ്മമാരും ചേച്ചിമാരും കുഞ്ഞു കുട്ടികളടക്കമുള്ളവർ ഇവിടേക്ക് വലിയ വിശ്വാസത്തോടെ പൊങ്കാലയിടാൻ എത്തുന്ന ഒരു കാഴ്ച. 600 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രം, അത്രത്തോളം പഴക്കമുള്ള വിശ്വാസം അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇവരൊക്കെ പൊങ്കാലയിട്ട് അവർ പല ആഗ്രഹങ്ങളുമായി എത്തിയ ആൾക്കാരാണ്. അവരൊക്കെ ആത്മസംതൃപ്തിയോടെ സായുജ്യത്തോടെ മടങ്ങുന്ന കാഴ്ചയാണ്. നമുക്ക് അവരുടെ ആരുടെയും മുഖത്ത് ഈ ചൂട് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും വിശ്വാസം അതിനെ മറികടക്കുന്നു എന്ന് വേണം കാണാൻ. അവർ വലിയ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി തിരിച്ചു പോകുന്ന കാഴ്ചയാണ്. ഇനി ഈ പൊങ്കാലയൊക്കെ വീട്ടിലുള്ളവർക്കും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും ഒക്കെ പകർന്നു നൽകാൻ വേണ്ടിയുള്ള ഒരു തിരക്കിലും ഒക്കെ തന്നെയാണ് ഇവർ ഉള്ളത്. പക്ഷേ പോലീസും KSRTCയും ഗതാഗത സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം, ഈ പൊങ്കാല കഴിഞ്ഞതിന്
അതിനുശേഷം ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ക്ലീനിങ് പ്രോസസ് ഇവിടെ ഉണ്ടാകും. ക്ഷേത്ര പരിസരം ഒക്കെ തന്നെ അതിവേഗം വൃത്തിയാക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലൊക്കെ തിരുവനന്തപുരംകാർ വലിയ തരത്തിൽ കൊണ്ടാടുന്ന ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ തിരുവനന്തപുരംകാർ വലിയ തരത്തിൽ കൊണ്ടാടുന്ന ഒരു പൊങ്കാലയാണ്. അത് വലിയ വിജയമായി ഇത്തവണയും എല്ലാ വർഷവും ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ ഗംഭീരമായി തന്നെ പൊങ്കാല നടക്കാറുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ വളരെ മനോഹരമായി എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും കഴിഞ്ഞതിന് ശേഷം വളരെ മനോഹരമായി തന്നെ പൊങ്കാല പൂർത്തിയായി. ഇനി ഇവരെല്ലാവരും ഈ തിരിച്ചു പോകുന്നതിന്റെ ഒരു തിരക്കിലാണ് സുഹൈ. ശരി, കരിക്കകത്തമ്മയെ കണ്ട് പൊങ്കാല അർപ്പിച്ച ആത്മസംതൃപ്തിയോടെ ഭക്തർ മടങ്ങുകയാണ്. വീണ്ടും അടുത്ത വർഷവും കാണാമെന്ന പ്രതീക്ഷയോടെ ഗോപിക സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.